ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാ. അൽഹംദുലില്ലാ. അല്ലാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് കിതാബ് ഷിഫയുടെ പാരായണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ യാദൃച്ഛികമായും നമ്മുടെ പാരായണത്തിൻ്റെ തുടർച്ച റബീഉൽ അവ്വലിൻ്റെ ആരംഭത്തിൽ എത്തി നിൽക്കുന്ന അധ്യായം വളരെയേറെ യോജിപ്പും പ്രതീക്ഷയും നൽകുന്ന അധ്യായമാണ്. റബീഉൽ അവ്വലിൻ്റെ ആരംഭത്തിൽ ഈ അധ്യായമാകണം എന്ന് കരുതി പ്ലാൻ ചെയ്തു വന്നതല്ല നമ്മുടെ പാരായണ പരമ്പര. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമഹത്വങ്ങളും ബഹുമാനങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ ഇന്ന് നാം പാരായണം ചെയ്യുന്ന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അത് നമ്മുടെ ഇന്നത്തെ അധ്യായമായി മാറിയത് തീർത്തും യാദൃച്ഛികമാണ്, നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതുമാണ്. നമുക്കിന്ന് വായിക്കാനുള്ള ഭാഗം അൽ ബാബു സാനി ഫി ലുസൂമി മഹബ്ബത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണ് എന്ന പ്രമേയത്തിലുള്ള അധ്യായമാണ്. ഖാല അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. ഖുൽ, നബിയെ അവിടുന്ന് ലോകത്തോട് പഠിപ്പിക്കണം, പ്രഖ്യാപിക്കണം, അറിയിക്കണം. ഇൻകാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും, നിങ്ങളുടെ പിതാക്കളോ നിങ്ങളുടെ മക്കളോ അഥവാ നിങ്ങളുടെ മുൻഗാമികളും നിങ്ങളുടെ പിൻഗാമികളും, വഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളും, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകളും, വഅശീറത്തുക്കും നിങ്ങളുമായി ബന്ധമുള്ള മറ്റെല്ലാവരും, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ സമ്പാദ്യവും, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങളും, വമസാകിനു തർദൗനഹ നിങ്ങൾ പ്രിയം വെക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളും, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായാൽ, ഇഷ്ടപ്പെട്ടതായാൽ, വജിഹാദിൻ ഫീ സബീലിഹി അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഈ വസ്തുക്കളിൽ ഏതെങ്കിലും, ഈ വ്യക്തികളിൽ ആരെങ്കിലും ആയാൽ, അഥവാ അല്ലാഹുവിനേക്കാളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും നിങ്ങൾ മേൽപ്പറയപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ സ്നേഹിച്ചാൽ, ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതിനെ നിങ്ങൾ ഭയന്നുകൊള്ളൂ.
അഥവാ അള്ളാഹുവിന്റെ നടപടി നിങ്ങൾക്കെതിരെ ഉണ്ടാകും. നിങ്ങളത് സൂക്ഷിച്ചുകൊള്ളണം. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു തആല അഹങ്കാരികളെ, ധിക്കാരികളെ നേർവഴിക്കാക്കുകയില്ല. അപ്പോൾ മേൽപ്പറയപ്പെട്ട വസ്തുക്കളെയും വ്യക്തികളെയും അള്ളാഹുവിനേക്കാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ സ്നേഹിക്കുക എന്നത് അത് ശരിയായ നടപടിയല്ല. അത് ധിക്കാരമാണ്, അഹങ്കാരമാണ്, മൂല്യരഹിതമാണ്. ഈ ആയത്തുദ്ധരിച്ചിട്ട് ഖാദി ഇയാദ് നിങ്ങൾ പറയാണ്, ഫകഫാ ബിഹാദാ ഹല്ലൻ. ഈ താക്കീതും ഈ മുന്നറിയിപ്പും പോരെ, ഹല്ലൻ നിങ്ങൾക്ക് പ്രേരണയായി, വ തൻബീഹൻ നിങ്ങൾക്ക് ഉണർത്തലായും, വ ദലാലത്തൻ നിങ്ങൾക്ക് പ്രമാണമായും, വ ഹുജ്ജത്തൻ നിങ്ങൾക്ക് രേഖയായും, അലാ ഇൽസാമി മഹബ്ബത്തിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം എന്നത് അനിവാര്യമാണ്. ഈ പ്രമേയത്തിലേക്ക് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പോരെ, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അതുകൊണ്ടുള്ള മഹത്വം മനസ്സിലാക്കാനും അതില്ലെങ്കിലുള്ള വിപത്ത് മനസ്സിലാക്കാനും എല്ലാം ഈ സൂക്തം തന്നെ പോരെ. വവുജൂബി ഫർദിഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണെന്ന കാര്യം ഉറപ്പിക്കാൻ ഇത് പോരെ. ഇതിലേറെ വ്യക്തമായിട്ട് എന്ത് പറയാനാണ്? വഇളമി ഖത്രിഹാ നബി സ്നേഹമെന്ന പ്രമേയത്തിന്റെ മഹത്വം മനസ്സിലാക്കാനും അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാനും ഇത് പോരെ. വസ്തിഹഖാഖിഹി ലഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരമൊരു ഉന്നതമായ സ്നേഹത്തെ അർഹിക്കുന്ന വ്യക്തിവിശേഷമാണ് എന്ന് മനസ്സിലാക്കാനും ഇത് പോരെ. അപ്പൊ അല്ലാഹു തആല ഖുർആനിൽ എത്ര വ്യക്തമായിട്ടാണ് ഓരോന്നും എണ്ണി പറഞ്ഞത്. നിങ്ങൾക്ക് സ്വാഭാവികമായും ബഹുമാനാധിഷ്ഠിതമായ സ്നേഹം ഉണ്ടാവും മാതാപിതാക്കളോട്, വാത്സല്യാധിഷ്ഠിത സ്നേഹമുണ്ടാകും സന്താനങ്ങളോട്, നിങ്ങൾക്ക് വൈകാരികവും ആത്മനിർഭരവുമായ ഒരു ബന്ധമുണ്ടാകും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കളോട്. ചിലപ്പോൾ അവയേക്കാളൊക്കെ നിങ്ങൾ മൂല്യം കൽപ്പിച്ചെന്ന് വരും നിങ്ങളുടെ സമ്പാദ്യത്തോട്. മറ്റുള്ള പലതിനേക്കാളും നിങ്ങൾ പ്രിയം വെച്ച് പ്രണയിച്ചു കൊണ്ട് നടക്കും നിങ്ങളുടെ ഭവനങ്ങളെ. അപ്പൊ നിങ്ങളുടെ സ്നേഹവിധാനങ്ങളെ പങ്കുവെച്ചെടുക്കാൻ സാധ്യതയുള്ള ഓരോന്നിനെയും എണ്ണിയിട്ട് അല്ലാഹു തആല പറഞ്ഞു, അതിനേക്കാളും അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇഷ്ടം വെക്കണം. അപ്പൊ ഇങ്ങനെ അല്ലാഹു തആല ജല്ല ജലാലായ റബ്ബ് എണ്ണി പറഞ്ഞത് നിങ്ങൾക്ക് പോരെ ഉത്ബോധനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ മഹത്വം അറിയാൻ. ഇത് ഖറഅ അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്സാരപ്പെടുത്തി മൻ കാന മാലുഹു വ വലദുഹു അഹബ്ബ ഇലൈഹി മിനല്ലാഹി വ റസൂലിഹി. അള്ളാഹുവിനേക്കാളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും മേൽപ്പറയപ്പെട്ട വസ്തുക്കളെയോ വ്യക്തികളെയോ ഇഷ്ടം വെക്കുന്നവരെ നിസ്സാരപ്പെടുത്തി അവരുടെ മൂല്യം കുറച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. വഅദഹും അവർക്ക് താക്കീതും നൽകി. ബിഖൗലിഹി തആല അല്ലാഹുവിന്റെ വചനം കൊണ്ട് ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി അള്ളാഹുവിന്റെ ശിക്ഷ ആസന്നമാകുന്നതിനെ ഭയന്നുകൊള്ളൂ എന്ന് അല്ലാഹു തആല അവർക്കൊരു വാണിംഗും നൽകി. സുമ്മ ഫസ്സഖഹും എന്നിട്ടവരെ അല്ലാഹു തആല ഫിസ്ഖിലേക്ക് അഹങ്കാരത്തിലേക്ക് ചേർത്തു. അഹങ്കാരത്തിന്റെ ആളുകളാണെന്ന് പ്രസ്താവിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു
വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. വഅലമഹും, അല്ലാഹു അവരെ അറിയിച്ചു, അന്നഹും മിമ്മൻ ളല്ല, അവർ മാർഗം പിഴച്ചുപോയവരാണ്. വലം യഹ്ദിയില്ലാഹു തആല, അവർക്ക് നേർവഴി പ്രാപിക്കാനാവില്ല. അപ്പൊ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അള്ളാഹുവിനെയും വേണ്ട വിധത്തിൽ സ്നേഹിക്കാത്ത ആളുകൾ, അവർക്കുള്ള താക്കീതും അവരുടെ നടപടിയുടെ ഗൗരവവും എല്ലാം അല്ലാഹു തആല പ്രസ്പഷ്ടമായും സുവ്യക്തമായും പറഞ്ഞു തന്നല്ലോ. ഇനി എന്താണ് ആവശ്യമുള്ളത്? ഇപ്പൊ അല്ലാഹു തആല വ്യക്തമാക്കി പറഞ്ഞു. വഅൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. അപ്പോ ഈ ഹദീസൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസാ. നമ്മുടെ ഷിഫയുടെ പാരായണ പരമ്പരയിൽ റബീഉൽ അവ്വലിലെ ആദ്യത്തെ തിങ്കളാഴ്ച തന്നെ ഈ അധ്യായം എത്തിച്ചേർന്നത് വലിയൊരു ശുഭസൂചകമാണ്. അള്ളാഹു ആ നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും മഹബത്തുകളെ സ്വീകരിച്ച് അത് വർദ്ധിപ്പിച്ച് അള്ളാഹു കബൂൽ ചെയ്തു തരട്ടെ. അപ്പൊ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവരിലേക്ക് പ്രിയപ്പെട്ട ആൾ ആകുന്നതുവരെ, മിൻ വലദിഹി വവാലിദിഹി, സന്താനത്തെക്കാളും മാതാപിതാക്കളെക്കാളും, വന്നാസി അജ്മഈൻ, അഖില ജനങ്ങളെക്കാളും അവരിലേക്ക് പ്രിയപ്പെട്ട ആളായി ഞാൻ മാറുന്നതുവരെ ഒരാളും വിശ്വാസിയാവുകയില്ല. വഅൻഹു, അനസ് റളിയല്ലാഹു അൻഹു തന്നെ റിവായത്ത് ചെയ്യുകയാണ്, സലാസുൻ മൻ കുന്ന ഫീഹി, 3 വിശേഷണങ്ങൾ ഒരാളിലുണ്ടായാൽ, വജദ ഹലാവത്തൽ ഈമാനി, ഈമാനിന്റെ മധുരം അയാൾ അനുഭവിച്ചു, ഈമാനിന്റെ മാധുര്യം അയാൾക്ക് ലഭിച്ചു. അവ 3 വിശേഷണങ്ങൾ ഒരാളിലുണ്ടായാൽ അയാൾ ഈമാനിനെ ടേസ്റ്റ് ചെയ്ത ആളാണ്, ഈമാനിനെ രുചിച്ച ആളാണ്. ഏതൊക്കെയാണത്? അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും റസൂലും മറ്റുള്ളവരെക്കാൾ പ്രിയപ്പെട്ട അവസ്ഥയിലാവുക. എനിക്ക് എന്നോട് ബന്ധപ്പെട്ട എല്ലാവരെക്കാളും പ്രിയപ്പെട്ടത് അല്ലാഹുവും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയി മാറുക. വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം മറ്റൊരാളെ സ്നേഹിക്കുക. ഇപ്പൊ ദർസുഷിഫ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഞാൻ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി. നിങ്ങളുടെ സ്നേഹം എനിക്ക് കിട്ടിയാൽ ഉപകാരമുള്ളത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി. അപ്പൊ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മറ്റേതെങ്കിലും താല്പര്യങ്ങൾ ആ സ്നേഹത്തിൽ കടന്നു വരാൻ പാടില്ല. അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള പരസ്പര സ്നേഹം. സത്യനിഷേധത്തിലേക്ക് മടങ്ങുന്നതിനെ വെറുക്കുക. കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാരി, നരകത്തിൽ എറിയപ്പെടുന്നതിനെ എത്രമേൽ വെറുക്കുന്നുണ്ടോ, അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിനെ എത്രമേൽ അനിഷ്ടപ്പെടുന്നുണ്ടോ, അതിനേക്കാളും സത്യനിഷേധത്തിലേക്ക് കുഫറിലേക്ക് മടങ്ങുന്നതിനെ അനിഷ്ടം വെക്കുക, വെറുക്കുക. സത്യനിഷേധത്തിലേക്ക് വീണുപോകുന്നതിന് വെറുക്കുക. എത്രമേൽ വെറുക്കണം? അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് എത്രമേൽ നമുക്ക് ബേജാറുള്ള കാര്യമാണോ, വെറുപ്പുള്ള കാര്യമാണോ, അനിഷ്ടമുള്ള കാര്യമാണോ, അതിനേക്കാളും നമ്മൾ വെറുക്കണം, അനിഷ്ടം വെക്കണം സത്യനിഷേധത്തിലേക്ക് കുഫറിലേക്ക് വീഴുന്നതിന്. وعن عمر بن الخطاب رضي الله عنه, عمر بن الخطاب رضي الله عنه പറയുന്നു, أنه قال للنبي صلى الله عليه وسلم, ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി അല്ലത്തി ബൈന ജംബയ്യ, എന്റെ 2 ചുമലുകൾക്കിടയിലുള്ള എന്റെ ആത്മാവിനേക്കാൾ
എന്റെ ആത്മാവ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തങ്ങളോടാണ് വലിയ ഇഷ്ടം. ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ, എനിക്ക് എല്ലാ വസ്തുക്കളെക്കാളും തങ്ങളോട് വളരെ പ്രിയമാണ്. ഇല്ലാ നഫ്സി അല്ലത്തി ബൈന ജംബയ്യ, എനിക്കെന്റെ സ്വന്തത്തോടുള്ള സ്നേഹത്തെ കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ് ഏറ്റവും വലിയ സ്നേഹം. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൻ യുഅ്മിന അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി, ഞാൻ അവരിലേക്ക് അവരുടെ സ്വന്തത്തേക്കാൾ പ്രിയപ്പെട്ട ആളാകുന്നത് വരെ. ഓരോരുത്തർക്കും അവരവരോടാണ് ഏറ്റവും സ്നേഹം ഉണ്ടാവുക. വസ്തുതകളിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്. എനിക്ക് എന്നേക്കാൾ നിന്നോട് സ്നേഹമുണ്ടെന്ന് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയും. മക്കളോട് വാപ്പയും വാപ്പയോട് മക്കളും ഒക്കെ പറയും. പക്ഷേ ഒരു നിർണായക ഘട്ടം വരുമ്പോൾ അവരുടെ സ്നേഹം അവരിലേക്ക് ചുരുങ്ങും. അതിന് ഉദാഹരണങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അവരുടെ സ്നേഹം അവരിലേക്ക് ചുരുങ്ങും. ഇപ്പൊ ഈ കോവിഡ് കാലത്ത് രോഗമായപ്പോൾ മകനെ കാണാൻ താല്പര്യമില്ലാത്ത, മാതാപിതാക്കളെ കാണാൻ താല്പര്യമില്ലാത്ത, കാലങ്ങളായി കാത്തിരുന്ന് വന്ന ഭർത്താവിനെ കയറ്റാൻ മനസ്സില്ലാത്ത എത്രയോ കാഴ്ചകൾ. ആരോഗ്യപരമായി സൂക്ഷിക്കേണ്ട, അകലം സൂക്ഷിക്കേണ്ട എന്നല്ല, അതിനപ്പുറമുള്ള അനിഷ്ടവും വെറുപ്പും അവരവർക്ക് രോഗം വന്നു പോകുമോ എന്ന ഭയവും എത്ര ഉദാഹരണങ്ങൾ നമ്മൾ മീഡിയകളിലൂടെ അറിഞ്ഞു. അപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യുഅ്മിന അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ നഫ്സിഹി, നിങ്ങളിൽ ഒരാളും ശരിയായ വിശ്വാസിയാവുകയില്ല, ഞാൻ അവരിലേക്ക് അവരെക്കാൾ പ്രിയപ്പെട്ട ആളാകുന്നത് വരെ. ഫഖാല ഉമറു, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീ അൻസല അലൈക്കൽ കിതാബ, തങ്ങളുടെ മേൽ കിതാബ് അവതരിപ്പിച്ച അല്ലാഹുവിൽ സത്യം, പഠിച്ചോനെ തന്നെ സത്യം, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി അല്ലതി ബൈന ജംബയ്യ, എനിക്ക് അവിടുന്ന് എന്റെ സ്വന്തത്തോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം അവിടുത്തോട് എനിക്കുണ്ടായിക്കഴിഞ്ഞു. ഞാൻ ഇഷ്ടം വെക്കുന്നു. എനിക്ക് എന്റെ ആത്മാവിനേക്കാളും എന്റെ ജീവനേക്കാളും എന്റെ സ്വത്വത്തെക്കാളും എനിക്കിഷ്ടം അവിടുത്തോട് തന്നെയാണ്. ഫഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ആന യാ ഉമറു, ഓ ഉമറെ, ഇപ്പോൾ നിങ്ങളുടെ ഈമാൻ പൂർത്തിയായിരിക്കുന്നു, ഇപ്പോഴാണ് നിങ്ങൾ ശരിയായ നിലവാരത്തിലേക്ക് എത്തിയത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പൊ ഇവിടെ രണ്ട് ചോദ്യം ന്യായമായി വരും. ഇവിടെ ന്യായമായും രണ്ട് സംശയങ്ങൾ ഉയർന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് അവിടുത്തെ എല്ലാവരും എല്ലാവരെക്കാളും സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴേക്ക് തന്നെ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മഹബ്ബത്തങ്ങ് മാറിയോ? ഇത് രണ്ടിന് കൃത്യമായ മറുപടിയുണ്ട്. വിശദമായി ഇന്നലെ നമ്മൾ കുണ്ടൂരിൽ നടത്തിയ പ്രഭാഷണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കിയാൽ മനസ്സിലാവും. വിശദാംശങ്ങളിലേക്ക് നമ്മുടെ ഈ ക്ലാസ്സിൽ പോകാൻ പരിമിതി നമ്മുടെ ഈ ക്ലാസിന്റെ അധ്യായങ്ങൾ കവർ ചെയ്യുന്നത് കൊണ്ടാണ്. ഫസ്ലുൻ ഫീ സവാബി മഹബ്ബത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഫലം എന്താണ്, പ്രതിഫലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചാൽ എന്താ കിട്ടുക? ഇത്രമേലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? അതിനുള്ള മറുപടി ഒരുപാടുണ്ട്. ഒന്ന് പറയാം. അനസ് റളിയല്ലാഹു അൻഹു
അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാല മതസ്സാഅതു യാ റസൂലല്ലാഹ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, എപ്പോഴാണ് അന്ത്യനാൾ നബിയെ? ഖാല മാ അഅദത്ത ലഹ, അന്ത്യനാൾ എപ്പോഴോ ആവട്ടെ, നിന്റെ ആലോചന ഉണ്ടാകേണ്ടത് എന്താണ് ആ നാളത്തേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഖാല മാ അഅദത്തു ലഹാ മിൻ കസീരി സ്വലാത്തിൻ വലാ സൗമിൻ വലാ സദഖത്തിൻ, ഞാൻ ആ അന്ത്യനാളിന് വേണ്ടി ഒരുപാട് നിസ്കാരമോ ഒരുപാട് നോമ്പോ ഒരുപാട് ദാനധർമ്മങ്ങളോ ഒന്നും കരുതി വെച്ചിട്ടില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എനിക്ക് പിന്നെ ആകെ ഉള്ളത് അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഖാല, അപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നിങ്ങൾ ഇഷ്ടം വെച്ചവരുടെ കൂടെയാണ്. ആരെയാണോ പ്രിയം വെച്ചത് ആ പ്രിയം വെച്ചവരുടെ കൂടെയാണ്. അഥവാ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹുവിനെയും റസൂലിന്റെയും കൂടെയാകാം, മുത്തുനബി തങ്ങൾ എത്തുന്ന സ്വർഗത്തിലെത്താം. വഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു വ്യക്തി അവൻ ഇഷ്ടപ്പെട്ടവരുടെ കൂടെയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചാൽ എന്ത് കിട്ടും? ഭൗതികമായ വലിയ ഓഫറുകളും ഒന്നുമല്ല നൽകാനുള്ളത്. പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കക്ഷിയിൽ ചേർന്ന് വിജയിക്കാം. ഫസ്ലുൻ ഫീമാ റുവിയ അനിസ് സലഫി വൽ അഇമ്മത്തി മിൻ മഹബ്ബത്തിഹിം ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വശൗഖിഹിം ലഹു, മുൻഗാമികളുടെയും ഇമാമുകളുടെയും സ്നേഹം, അവരുടെ ഇഷ്ടം, അതിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഫസ്ലുൻ ഫീമാ റുവിയ, നിവേദനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഉപാധ്യായം. അനിസ് സലഫി, മുൻഗാമികളിൽ നിന്നും, വല്ല ഇമ്മത്തി, ഇമാമുകളിൽ നിന്നും. ഏത് വിഷയത്തിൽ? മിൻ മഹബ്ബത്തിഹിം മിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വശൗഖിഹിം ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെയും അടുപ്പത്തിന്റെയും ഷൗഖിന്റെയും നിവേദനങ്ങളാണ് പറയാനുള്ളത്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല, അവിടുന്ന് പറഞ്ഞു, മിൻ അശദ്ദി ഉമ്മത്തി ലീ ഹുബ്ബൻ, എന്നോട് ശക്തമായ സ്നേഹം എന്റെ സമുദായത്തിൽ നിന്നുള്ളത് നാസുൻ യകൂനൂന ബഅദി, എനിക്ക് ശേഷമുണ്ടാകുന്നൊരു ജനതയ്ക്കാണ്. യവദ്ദു അഹദുഹും, അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു, ലൗ റആനി, എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ബി അഹ്ലിഹി വ മാലിഹി, അവരുടെ സ്വത്തും അവരുടെ സ്വന്തക്കാർക്കും എല്ലാം പകരമായി, സ്വത്ത് കൊടുത്താലും വേണ്ടില്ല, കുടുംബം പോയാലും വേണ്ടില്ല, മുത്തുനബി തങ്ങളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ എനിക്ക് ശേഷം അഥവാ എന്റെ വിയോഗാനന്തരം എന്നെ ഇഷ്ടം വെക്കുന്ന ആളുകളുണ്ട്, അവരാണ് ഏറ്റവും സ്നേഹമുള്ളവർ. وعن عمرو بن العاص رضي الله عنه عمرو بن العاص رضي الله عنه പറയാണ്, ما كان أحد أحب إلي من رسول الله صلى الله عليه وسلم, മുൻഗാമികളുടെ സ്നേഹമാണല്ലോ പറയുന്നത്. എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഇഷ്ടമുള്ള ആരുമില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ഒരാളും എനിക്കില്ല മുത്തുനബി തങ്ങളേക്കാൾ എനിക്ക് പ്രിയമുള്ള. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം വന്നത് കാണാം. വനഹു അൻ ഉമർ റളിയല്ലാഹു തആല അൻ, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അങ്ങനെ തന്നെ സമാനമായത് കാണാം. അന്നഹു ഖാല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അൻ തസ്ലമ അഹബ്ബു ഇലയ്യ മിൻ ഇസ്ലാമിൽ ഖത്താബി, ഓ പ്രിയപ്പെട്ട അബ്ബാസ് എന്നവരെ, എന്റെ ഉപ്പയായ ഖത്താബ് എന്നവർ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ എനിക്ക് താല്പര്യവും ഇഷ്ടവും നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുമ്പോഴാണ്. എന്താ കാരണം? ലിഅന്ന ദാലിക അഹബ്ബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് അതിനാണല്ലോ ഏറ്റവും ഇഷ്ടം. തങ്ങളുടെ പിതൃ സഹോദരൻ ഇസ്ലാമിലേക്ക് വരുമ്പോൾ വാപ്പയുടെ സ്ഥാനത്തുള്ള ഉപ്പാന്റെ സഹോദരൻ ഇസ്ലാമിലേക്ക് വരുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവും. എന്റെ വാപ്പ ഇസ്ലാമിലേക്ക് വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ഏറ്റവും സന്തോഷം അവിടുത്തെ ഉപ്പയുടെ സഹോദരൻ ഇസ്ലാമിലേക്ക് വരുമ്പോഴാണല്ലോ. അതുകൊണ്ട് അതിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സമാനമായത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഇസ്ഹാഖ് എന്നവർ നിവേദനം ചെയ്യുന്നു, അന്നംറഅതം മിനൽ അൻസാരി, അൻസാരികളിൽ നിന്നുള്ള ഒരു മഹദി, ബനൂ ദീനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു മഹദി, ഖുതില അബൂഹാ വ അഖൂഹാ, ആ മഹദിയുടെ ഉപ്പയും സഹോദരനും കൊല്ലപ്പെട്ടു, വസൗജുഹാ, അവരുടെ ഭർത്താവും, യൗമ ഉഹദിൻ, ഉഹദ് യുദ്ധത്തിന്റെ അന്ന്, മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഘത്തിൽ നിന്ന് കൊല്ലപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ കൂടെ പോയിട്ട് അവിടുന്ന് കൊല്ലപ്പെട്ടു പോയി ഒരു അൻസാരി മഹദിയുടെ ഉപ്പയും സഹോദരനും ഭർത്താവും. ഫഖാലത്ത്, അപ്പോഴാ മഹദി ചോദിച്ചത്, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി, തങ്ങളുടെ അവസ്ഥ എന്താണ്? ഖാലൂ, കേട്ടവരായ സ്വഹാബത്ത് ഉത്തരം നൽകി, ഖൈറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, റാഹത്താണ്. ഹുവ ബിഹംദില്ലാഹി കമാ തുഹിബ്ബീന, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കട്ടെ, നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യത്തോടെ തന്നെയുണ്ട്. നിങ്ങളുടെ ആഗ്രഹം പോലെ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറ്റരുതെന്ന്, അത് പ്രകാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും സംഭവിച്ചിട്ടില്ല, വിഷമിക്കണ്ട. കാലത്ത് അപ്പോൾ മഹദി അവിടുന്ന് പറഞ്ഞു, അരിനീഹി ഹത്താ അൻദുറ ഇലൈഹി, നിങ്ങളങ്ങനെ പറഞ്ഞാൽ പോരാ, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണിച്ചു തരുവിൻ, ഞാൻ തങ്ങളെ ഒന്ന് കണ്ടെനിക്ക് ബോധ്യപ്പെടട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാനൊന്ന് കണ്ടോട്ടെ. അവിടുത്തേക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞാൽ പോരാ, എനിക്ക് സമാധാനമാകണമെങ്കിൽ ഒന്ന് കാണണം. ഫലമ്മാ റഅതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ മഹദി കണ്ടപ്പോൾ, ഖാലത്ത്, മഹദി പറഞ്ഞു, കുല്ലു മുസീബത്തിൻ, എല്ലാ വിപത്തുകളും, ബഅദക, തങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള എല്ലാ മുസീബത്തുകളും, ജലലുൻ, നിസ്സാരമാകുന്നു. അപ്പോ എല്ലാ മുസീബത്തും എന്ന് പറഞ്ഞാൽ ആരാ? വാപ്പയും സഹോദരനും ഭർത്താവും ഒക്കെ ഷഹീദായിപ്പോയി. ആ മുസീബത്തുകളൊക്കെ എനിക്ക് നിസ്സാരമാണ്. എപ്പോൾ? ബഅദക, അവിടുന്ന് സലാമത്തായിട്ടിരിക്കുകയാണെന്നറിഞ്ഞാൽ പിന്നെ എനിക്കതൊന്നും പ്രശ്നമില്ല. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഉപ്പയും സഹോദരങ്ങളും ഒക്കെ ബാക്കിയായിട്ട് എനിക്കൊന്നും കിട്ടാനില്ല, എനിക്ക് സമാധാനാവൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ക്ഷേമത്തോടുകൂടി ഇരിക്കുന്നു എന്നറിഞ്ഞാൽ പിന്നെ വേറൊന്നും കാര്യമില്ല, വേറൊന്നും വിഷമില്ല. വലമ്മാ ഖറജ അഹ്ലു മക്കത്ത, മക്കക്കാരായ ആളുകൾ പുറത്തു കൊണ്ടുവന്നു സെയ്ദ് ബിൻ ദസന്ന റളിയല്ലാഹു അൻഹുവിനെ മിനൽ ഹറമി, ഹറമിൽ നിന്ന്, ലിയഖ്തുലൂഹു, വധിക്കുന്നതിനു വേണ്ടി. ഖാല ലഹു അബൂ സുഫിയാൻ ബിൻ ഹർബ്, അബൂ സുഫിയാൻ ബിൻ ഹർബ് പറഞ്ഞു, അൻഷുദുക ബില്ലാഹ്, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് പറയട്ടെ, യാ സെയ്ദു, ഓ സെയ്ദേ, അതുഹിബ്ബു അന്ന മുഹമ്മദനിൽ ആന ഇൻദനാ മകാനക യുളറബു ഉനുഖുഹു വഅന്നക ഫീ അഹ്ലിക, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഈ സ്ഥലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെടുന്നു എന്ന്, അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? യാ സെയ്ദു അതുഹിബ്ബു അന്ന മുഹമ്മദനിൽ ആന ഇൻദനാ മകാനക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ ഈ സ്ഥാനത്താവുകയും അവിടുന്ന് യുളറബു ഉനുഖുഹു, അവിടുത്തെ പെരടി വെട്ടപ്പെടുകയും അഥവാ വധിക്കപ്പെടുകയും, വഅന്നക ഫീ അഹ്ലിക, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ
റാഹത്തായിരിക്കുകയും ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാമോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫഖാല സൈദുൻ, അപ്പോൾ സൈദ് പറഞ്ഞു, വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ الآن في مكانه الذي هو فيه تصيبه شوكة وإني جالس في أهلي ഔ അന ജാലിസുൻ ഫീ അഹ്ലി. ഉടനെ മഹാനായ സയ്യിദ് ഇബ്നു ദസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവിൽ തന്നെ സത്യം, മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽആന ഫീ മകാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ അവിടെയുള്ള സ്ഥലത്ത് തന്നെ ആവുകയും, തുസീബുഹു ഷൗക്കത്തുൻ, അവിടുത്തെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുകയും, വഅന ജാലിസുൻ ഫീ അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഇരിക്കുകയും ചെയ്യുന്നതിനെ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് ഇതുപോലെ കൊല്ലപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നതിനെയും നിങ്ങൾ സന്തോഷത്തോടെ വീട്ടിലിരിക്കുന്നതിനെയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതൊരു സാങ്കല്പികമായ ഒരു കാര്യമാണ്. എൻ്റെ ഈ സ്ഥാനത്ത് എൻ്റെ നേതാവായിരുന്നെങ്കിൽ എന്നൊന്ന് പറഞ്ഞാൽ മതി, അതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ദസൻ റളിയല്ലാഹു അൻഹുവിന് അവിടുന്ന് കൊല്ലപ്പെടാതെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ വീട്ടിൽ സുഖമായിരിക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാദത്തിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഫഖാല അബൂ സുഫിയാൻ, അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സുഫിയാൻ പറയാണ്, ജനങ്ങളിൽ നിന്ന് ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചതുപോലെ ലോകത്തൊരു മനുഷ്യരും മറ്റൊരു മനുഷ്യരെ ഇഷ്ടപ്പെടുന്നത്, മറ്റൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു ആശ്ചര്യകരമായ മഹബ്ബത്താകുന്നു, തുല്യതയില്ലാത്ത സ്നേഹമാകുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയും ആ മഹബ്ബത്തിലായി ജീവിക്കുകയും ചെയ്യണം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഓരോരുത്തരുടെയും മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വലാണ് നമ്മളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. റബീഉൽ അവ്വലിൽ നന്നായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹുകൾ ചൊല്ലുകയും പ്രകീർത്തനങ്ങൾ പാരായണം ചെയ്യുകയും വീടുകളിലൊക്കെ മൗലിദ് നടത്തുകയും നമ്മുടെ വീട് നല്ല വൃത്തിയാക്കി ശുദ്ധീകരിച്ച് സുഗന്ധം പൂർണ്ണമാക്കുകയും അതുപോലെ റബീഉൽ അവ്വലിന്റെ ഒരു ആനന്ദവും ഒരു ആഘോഷവും നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടാവുകയും വേണം. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. ആ ഒരു ആനന്ദവും സന്തോഷവും ഒക്കെ നമ്മുടെ ഖൽബിലുള്ള ഇഷ്കിന്റെ പ്രകടനമാണ്. എല്ലാ ദിവസവും വീട്ടിൽ അല്പനേരമെങ്കിലും അവിടുത്തെ മൗലിദ് പാരായണം ചെയ്യണം, കുട്ടികളെ കൊണ്ട് പാരായണം ചെയ്യിക്കണം. അതുപോലെ നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നവരാണ്, അല്ലെങ്കിൽ നാട്ടിലില്ലാത്തവരാണ്, ഉള്ള സ്ഥലങ്ങളിൽ അത് നിർവഹിക്കണം. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് കൂടുതൽ പഠിക്കണം. ദർസ് ഷിഫയുടെ പഴയ അധ്യായങ്ങളിൽ നിന്ന് മിസ്സായിപ്പോയത് ഈ റബീഉൽ അവ്വൽ വീണ്ടെടുക്കാൻ നോക്കണം. അങ്ങനെ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാനും അടുക്കാനും അനുഗ്രഹം സ്വീകരിക്കാനുമുള്ള ഒരു നല്ല കാലയളവായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم أغننا بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك. اللهم ربنا إنا نسألك ونتوسل إليك بهذا النبي الكريم، بارك لنا في كل أمورنا وفيما أعطيتنا وفي شهرنا هذا شهر مولد النبي صلى الله عليه وسلم. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഈ റബീഉൽ അവ്വലിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും പകർച്ചവ്യാധികളും എല്ലാം നീക്കി സന്തോഷവും ഐശ്വര്യവും ഇസ്സത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ദീനീ സംരംഭങ്ങൾ, ദഅവീ സംരംഭങ്ങളെല്ലാം റാഹത്തായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം നൽകണേ റഹ്മാനെ. എല്ലാവിധ ഇസ്സത്തും റിഫഅത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അള്ളാഹു, ഈ ക്ലാസ്സിൽ നിരന്തരമായി അറ്റൻഡ് ചെയ്യുന്നവർ, കേൾക്കുന്നവർ, പഠിക്കുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, നമ്മുടെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവർ, നമ്മുടെ ത്വയ്ബ സെന്ററിനെ ഇഷ്ടം വെക്കുന്നവർ, ഖാദിസിയ, മഖ്ദൂമിയ, നമ്മുടെ സ്ഥാപനങ്ങൾ, സംരംഭങ്ങളെ എല്ലാം സഹായിക്കുന്ന, സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്തും ഖൈറും നൽകണേ റഹ്മാനെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.